നമസ്കാരം. ഇസ്രായേലിനെ ചാരമാക്കാൻ ഇറാന്റെ വ്യോമാക്രമണം. നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ. ഇസ്രായേൽ ലക്ഷ്യമാക്കി വീണ്ടും ഇറാന്റെ വ്യോമാക്രമണം. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളായിട്ടുള്ള അറാഡിലും ഡിമോണയിലും നടത്തിയ ശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടുതൽ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ടും ആക്രമണം പ്രതിരോധിക്കുവാൻ നടപടി പുരോഗമിക്കുന്നതായിട്ടൊക്കെ ഇസ്രായേൽ വ്യക്തമാക്കുമ്പോഴും ഇറാന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അതിനിടെ US തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിടുമെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇറാന്റെ മുന്നറിയിപ്പാണ് ഈ മറുപടി എന്ന് പറയപ്പെടുന്നത്. ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും തുറന്നില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ പാടെ തകർക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങളുടെ നശിപ്പിക്കപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിടുമെന്നും അത് തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ ഊർജ്ജ സംസ്കരണ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലും സംവിധാനങ്ങളിലും പരിഹരിക്കാനാകാത്ത വിധം നാശമുണ്ടാക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖബ്ബർ കാലിബാഫും പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ വലിയൊരു പങ്കും ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളായിട്ടുള്ള അറാഡ്, ഡിമോണ എന്നിവയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. ഇസ്രായേലിന് ഏറെ ദുഷ്കരമായിട്ടുള്ള രാത്രിയാണ് കടന്നു പോകുന്നത് എന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചതുപോലും. ഡിമോണയിലെ ഒരു കമ്മ്യൂണിറ്റി കെട്ടിടത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്ന് സമീപത്തെ വീടുകൾക്ക് അടക്കം വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഡിമോണ ലിറ്റിൽ ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യൻ ജൂത സമൂഹമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇതിനാലാണ് ഈ നഗരത്തെ ലിറ്റിൽ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നത്. നഗരത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 30% ഇന്ത്യൻ ജൂതരാണ് എന്നുള്ളതാണ്. ഈ സമൂഹം മറാത്തി ഭാഷയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഏകദേശം 7500 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ വംശജർ ഇവിടെ താമസിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്തിന് നഗരത്തിലുടനീളം ഇന്ത്യൻ കടകളും സജീവമാണ്. ഇവിടെ ഇന്ത്യക്കാർ എന്ന് പറയപ്പെടുന്ന സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ 47 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 12 വയസ്സുകാരന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുന്നു. 30 വയസ്സുള്ള സ്ത്രീക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുന്നു. ഇങ്ങനെ 31 പേർക്ക് ലഘുപരിക്കുകൾ ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ. ഷെൽട്ടറുകളിലേക്ക് മാറുന്നതിനിടെ പലർക്കും പരിക്കേറ്റുമെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. ഭൂരിഭാഗം പേരും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഷെൽട്ടറുകളിൽ എത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്ന് കൂടി പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. അതായത് ഡിമോണയ്ക്ക് സമീപം ഇസ്രായേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ പ്രദേശം ആക്രമണ ലക്ഷ്യമാക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാവുകയാണ്. അതായത് നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം. ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് ഇതുവരെ സ്ഥിരീകരണമില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഡിമോണയിലെയും മരാഡസിലെയും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ ഇങ്ങനെ തുടരുന്നതിനിടെ UAE നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അബുദാബി ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിച്ചതായിട്ട് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ച് ഇന്ത്യക്കാരന് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി തടഞ്ഞതിനെ തുടർന്ന് അൽ ഷവാമേക് പ്രദേശത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതാ എന്നാണ് അറിയിപ്പുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇറാനെയും ഒപ്പം തന്നെ ഇസ്രായേലിനെയും ഒരേ തരത്തിൽ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള സാഹചര്യമാണ്. ഇറാനിൽ നിന്ന് വരുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടർച്ചയായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് എന്ന് UAE പറയുമ്പോഴും ഇറാൻ വിക്ഷേപിച്ച 25 ഡ്രോണുകളും 4 ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞതായിട്ട് പ്രതിരോധ മന്ത്രാലയം, അതായത് UAE പ്രതിരോധ മന്ത്രാലയം പറയുമ്പോഴും ആകാംക്ഷ ഒഴിയുന്നില്ല, ആശങ്ക വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അടി ഉണ്ടാകാം ഇറാന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. 3 ആഴ്ച പിന്നിട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുന്നത്. ഇറാന്റെ വൈദ്യുതി ശൃംഖലയെ 48 മണിക്കൂറിൽ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു നീക്കം ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഊർജ്ജ ജല സംവിധാനങ്ങൾ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വീണ്ടും മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഇറാന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളെ ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC സെക്രട്ടറി വളരെ ശക്തമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഹോർമൂസ് അടച്ചുപൂട്ടി ലോകത്തേക്കുള്ള വാതക ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള സമീപനം ഇറാന്റെ നടപടിയെ ഉൾപ്പെടെ GCC അപലപിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ 22 രാജ്യങ്ങൾ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇറാനെതിരെ GCC രാഷ്ട്രങ്ങൾ
പുറത്തിറക്കിയത് ഇത്തരത്തിലുള്ള ചിന്ത. അതായത് 22 രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പറയുന്ന ഇറാനെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ്. പക്ഷെ അതിനിടയിൽ ഇസ്രായേലിനെ ചാരമാക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ഇറാൻ നേടിയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് അഗ്നിഗോളം തീർത്ത ആ പ്രദേശങ്ങൾ ചാരമാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഇറാന്റെ ഒരേ ഒരു ലക്ഷ്യം ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളല്ല, മറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.